എത്ര കാലമായി ഇവിടെയായിട്ട്? 2 വർഷം. എന്റെ ജനനം ഇവിടെ തന്നെയായിരുന്നു. ഒരു പ്ലാനർ ആയിരുന്ന അച്ഛന് പെട്ടെന്നൊരു ദിവസം തോന്നി ഇനിയുള്ള കാലത്ത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിഡിത്താണെന്ന്. വിൽപ്പനയെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു. ജീവിതത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരിക്കലും നഷ്ടം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അച്ഛന് അതും ഒരു ലാഭക്കച്ചവടം. നഷ്ടം എനിക്കായിരുന്നു. എന്റെ വേരുകൾ, സ്വപ്നങ്ങൾ അവയെല്ലാം ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. അച്ഛന്റെ മരണശേഷം വീണ്ടും ഞാൻ ഇങ്ങോട്ട് പോന്നു. ഒരു തൊഴിൽ രഹിതനെന്ന ലേബൽ ഒഴിവാക്കാൻ കുറച്ച് എസ്റ്റേറ്റും വാങ്ങി. ഒക്കെ നഷ്ടത്തില്ല. എന്നെ ഇതിനൊന്നും കൊള്ളില്ല. എഴുതാനുള്ള ടാലന്റ് ഉണ്ട്, പക്ഷെ എഴുതില്ല. ബിസിനസ് അത് നഷ്ടത്തില്. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. പിന്നെ എന്തിലാ ഇൻട്രസ്റ്റ്? പെട്ടെന്നൊരു ഉത്തരം പറയാനാവില്ല. എനിക്ക് തന്നെ വലിയ നിശ്ചയമില്ല. ഞാൻ പറയട്ടെ ആന്റി, അച്ഛന് മൂടി പോച്ച് കിടക്കാനാ ഇഷ്ടം. ആട്ടെ, മോക്ക് അച്ഛനോടോ അമ്മയോടോ കൂടുതൽ ഇഷ്ടം? ഡേ ടൈമിൽ അച്ഛനോട്, നൈറ്റിൽ അമ്മയോട്. മോൾ അമ്മയോട് പിണക്കാ. മുത്തച്ഛന്റെ വീട്ടിൽ പോയിട്ട് ഫോണും കൂടെ ചെയ്തില്ല. മോള് നല്ല കുട്ടിയല്ലേ. നല്ല കുട്ടികൾ അച്ഛനോടും അമ്മയോടും പിണങ്ങാൻ പാടില്ല. അമ്മ വരും. ഇതന്നെ അച്ഛനും പറയാറ്. എനിക്കറിയാം. നോണയാ? അച്ഛൻ നോണ പറയോ? അത് മോളോട്. അമ്മ വരും, തീർച്ച. പ്രോമിസ്? പ്രോമിസ്. അടങ്ങിയിരിക്കും മോളെ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാ. വരാൻ വൈകും. പിള്ളച്ചേട്ടൻ കഴിച്ചു കിടന്നോളൂ. ഓ, പിന്നെ വീട്ടിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട്. എനിക്ക് അവിടം വരെ ഒന്ന് പോണായിരുന്നു. ഹാജിയാര് പിന്നെ അതിർത്തി പ്രശ്നം പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയെന്നാ തോന്നണേ. വൈകുമോ മടങ്ങാൻ? 2 ദിവസത്തിനുള്ളിൽ ഞാനിങ്ങെത്തും. പിന്നെ രാജഗോപാലൻ നായര ഇൻസ്പെക്ടർ, പരിചയമുള്ള ആളല്ലേ. ഒന്ന് വിളിച്ചു പറഞ്ഞാ ഞാൻ ചെന്ന് കണ്ടോളാം. വെറുതെ ഒന്ന് വിരട്ടി വിട്ടാ മതി. ഹാജിയാരുടെ ഹാലടങ്ങും. രാവിലെ ഞാൻ വിളിച്ചു പറയാം. ഓ, പിള്ളച്ചേട്ടൻ ഫസ്റ്റ് ബസ്സിന് പുറപ്പെട്ടോളൂ. ഓ. തോമാച്ച, എന്തോ? എന്തെങ്കിലും കുടിക്കാൻ? ഇപ്പൊ ഒന്നും വേണമെന്നില്ല. അത് പറ്റില്ല. മോൾ ആദ്യമായിട്ട് വരികയല്ലേ. മോക്ക് ഇഷ്ടമാണല്ലോ ഐസ്ക്രീം. ആന്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെല്ലു മോളെ. വാ മോളെ. ഐസ്ക്രീം മാത്രമല്ല, തോമാച്ചൻ നല്ലൊരു കഥയും പറഞ്ഞുതരാം. സുഖത്തിന്റെയും ആനയുടെയും പുലിയുടെയും. മോള് പേടിക്കോ? വാ മോള് വാ. ഇവിടെ ഇരിക്കും. ജാനു, കുറച്ച് ഐസ്ക്രീം ഉണ്ടോ? മോടെ പേരെന്താ? ശ്രീകുട്ടി. വേണ്ട, വലിയ അന്വേഷണങ്ങളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞങ്ങ് ചെയ്തേച്ചാ മതി. കുറച്ചൊക്കെ മാഷ് പറയണ്ടായി മിസ്റ്റർ ബാലഗോപാലിനെ പറ്റി. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ തോന്നരുത്. ശ്രമിച്ചൂടെ ഒരു ഒത്തുതീർപ്പിന്? പലരുടെയും ധാരണ ഞാൻ മനഃപൂർവ്വം ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ്. സത്യം അതല്ല. അതെനിക്ക് വിധിച്ചിട്ടുള്ളതാണ്. മോളുടെ കാര്യം ഓർക്കുമ്പോൾ ഈയിടെ എനിക്കും തോന്നാറുണ്ട്, ഒന്നും വേണ്ടിയിരുന്നില്ല, വല്ലാത്ത സ്വാർത്ഥതയായി പോയി എന്നല്ല. പക്ഷേ ഒരു കോംപ്രമൈസിന് മുൻകൈ എടുക്കാൻ എൻ്റെ ഈഗോ എന്നെ അനുവദിക്കുന്നില്ല. ഐ എം സോറി. വെറുതെ ഓരോന്ന് ചോദിച്ച് ഞാൻ മൂഡ് നശിപ്പിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്. Can I smoke? Sure. ഒന്നിനും എതിര് പറയാതെ, ഒന്നിനും ഇടപെടാതെ വീട്ടിലെ ചിത്രത്തൂണുകളിൽ ഒന്നായി തീർന്ന അമ്മ, കാൽക്കുലേറ്ററിൽ ജീവിതം തന്നെ തളച്ചിട്ട അച്ഛൻ, കുട്ടിക്കാലത്ത് ആരെങ്കിലുമൊക്കെ ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉത്തരം പറയാറ് അച്ഛനാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അച്ഛൻ പടുത്തുയർത്തിയ കച്ചവട സാമ്രാജ്യത്തിന്റെ കാലിടറാതിരിക്കാൻ സ്വന്തം ഒരു സിഎക്കാരൻ ആവശ്യമായിരുന്നു. പിന്നെ വിവാഹം, അതും
അച്ഛന്റെ മറ്റൊരു ബിസിനസ് ടാക്ടിക്സ്. പുതിയ ബന്ധം വഴി കമ്പനിയിൽ ഷെയർ ഡോമിനേഷൻ. പക്ഷെ ഞങ്ങളുടെ മനസ്സ് അത് വ്യത്യസ്ത കരകളിലായിരുന്നു. ടേസ്റ്റ്, തോട്ട്സ്, ഡ്രീംസ് എല്ലാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിസ്റ്റർ ബാലഗോപാലിന്റെ പ്രോബ്ലംസ്. മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി നടിക്കുന്ന വിനയം. സ്ത്രീക്ക് അതാണ് അഴക്. അല്ലാതെ ഒരു തരം ആർഗ്യുമെന്റ്സ്. ഐ എം സോറി, ലെറ്റ്സ് ഡ്രോപ്പ് ഇറ്റ് റൈറ്റ് ഹിയർ. കഴിക്കാൻ നേരമെങ്കിൽ ഇരിക്കാം. മോളെവിടെ തോമാച്ച? മോള് കഴിച്ചു. തോമാച്ചന്റെ കഥ കേട്ട് ആൾ ഉറങ്ങുകയും ചെയ്തു. ചേടാ, വിളമ്പി വെച്ചിട്ട് തോമാച്ച മോളുടെ അടുത്ത് നിന്നിരുന്നോളൂ. സ്ഥലം പരിചയമില്ലാത്തല്ലേ. ഓ, മോളെ ഇനി ഉണർത്തണ്ട, ഞാൻ നാളെ രാവിലെ കൊണ്ടുവരാം. അതൊക്കെ വെറുതെ ബുദ്ധിമുട്ടാവുമായിരുന്നതി. ഉണർത്തിയാലും വീണ്ടും അവൾ കാറിൽ കിടന്നുറങ്ങിക്കോളും. ഉം. സ്വന്തം വീട് പോലെ കരുതാം മിസ്റ്റർ ബാലഗോപാലൻ. നോ ഫോർമാലിറ്റീസ് പ്ലീസ്. ഞാനത് അങ്ങോട്ട് സൂചിപ്പിക്കാനിരിക്കുകയായിരുന്നു. ഈ മിസ്റ്റർ വിളി ഒന്ന് ഒഴിവാക്കിക്കൂടെ? എന്റെ മുഴുവൻ പേര് ബാലഗോപാല മേനോൻ. ചിലരെന്നെ ബി.ജി. എന്ന് വിളിക്കും, മറ്റു ചിലർ മേനോന്ന്, ഒരു മൂന്നാം ചേരി ബാലു എന്നും. സത്യത്തിൽ ഇതിലൊരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും എനിക്കിഷ്ടമല്ല. എന്തും വിളിക്കാൻ. എങ്കിൽ ഞാനൊരു പുതിയ പേര് വിളിക്കട്ടെ. ഉണ്ണി. ഉണ്ണി? എന്താ, ഇഷ്ടല്ലേ പേര്? ഉണ്ണി അതെന്റെ കുട്ടിക്കാലത്തെ പേരായിരുന്നു. എന്റെ അമ്മ അവരെന്നെ അങ്ങനെയാ വിളിച്ചിരുന്നത്. അമ്മ മരിച്ച പിന്നെ അങ്ങനെ വിളിക്കാൻ ആരും ഇല്ലാണ്ടായി. പിന്നെ ഞാനും അതങ്ങ് മറന്നു. ഉണ്ണി. ഐ ലൈക്ക് ഇറ്റ്. നമ്മൾ പരിചിതരായിട്ട് വർഷങ്ങളായ പോലെ ഒരു തോന്നൽ. എനിവേ, താങ്ക്സ് ടു രാവുണ്ണി മാസ്റ്റർ. മാഷ് എനിക്കൊരു സുഹൃത്തിനെ തന്നു. സത്യത്തിൽ എനിക്കില്ലാതിരുന്നത് അതാണ്, ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. ഏതോ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി മറക്കാൻ തുടങ്ങുമ്പോൾ കുട്ടിക്ക് കാണാതായ കളിപ്പാട്ടം തിരിച്ചു കിട്ടുന്ന പോലെ. ഉണ്ണിക്ക് ഓർമ്മയുണ്ടോ കുന്നഞ്ചെരുവിലെ ദേവീക്ഷേത്രം? ക്ഷേത്രത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരാറുള്ള നെയ്പായസം ആരും കാണാതെ മോഷ്ടിച്ച് ഒരു പങ്ക് എനിക്ക് തരാറുള്ള ഉണ്ണിക്കുട്ടൻ. നന്നായി പാടും, കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞു തരും. എല്ലാം നഷ്ടപ്പെട്ടു. മയിൽപ്പീലിയും വളപ്പൊട്ടും ചിറകുള്ള സ്വപ്നങ്ങളും കാലം ഓരോരോ തട്ടിപ്പും പറഞ്ഞ് കവർന്നെടുത്തു. അമ്മു? അതെ, ഉണ്ണിക്കുട്ടന്റെ അമ്മു. മുല്ലയ്ക്കലെ അമ്മുക്കുട്ടി എന്നായിരുന്നതേ. പിള്ളച്ചേട്ടൻ എന്നെ വന്ന് കാണാൻ ബാലുവേട്ടൻ പറഞ്ഞു വിട്ടതാവും. ബാലുവേട്ടന് ഇപ്പോഴും എന്നോട് വെറുപ്പാണോ പിള്ളച്ചേട്ടാ? മഹാലക്ഷ്മി പോലുള്ള കുട്ടി ഇതിന്റെ വിധി ഇങ്ങനെയായി പോയല്ലോ. കഷ്ടം. പിള്ളച്ചേട്ടാ, മോള് അവൾ അമ്മ അന്വേഷിക്കാറുണ്ടോ? മോളെ, ഈ അമ്മയ്ക്ക് മാപ്പ് തരും മോളെ, മാപ്പ് തരും. അല്ല, മോൾ ഇനി ഒരുങ്ങിയില്ലേ? വേഗം റെഡിയാവ്, അല്ലെങ്കിൽ ഡാഡി ഇപ്പക്കനും ചാടാൻ തുടങ്ങും. എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. മിസ്സിസ് ദേശായി പ്രത്യേകം പറഞ്ഞു മോളെ കൂടെ കൊണ്ടുവരണമെന്ന്. ഓരോരുത്തരുടെ ചോദ്യങ്ങളും അർത്ഥം വെച്ചുള്ള നോട്ടവും. വയ്യ മമ്മി, ഞാൻ വരുന്നില്ല.
വരൂ. വീണ എവിടെ? കിടന്നെന്നാ തോന്നുന്നേ. കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അവൾ ആകെ മൂടിയ. മിസ്റ്റർ ദേശായിയുടെ വീട്ടിൽ വെച്ച് നോട്ട് ചെയ്തോ പ്രവീണിനെ? വീണയുടെ കാര്യത്തിൽ പ്രവീണിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പെരുമാറ്റം കണ്ടാൽ അറിയാം. അവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഒരു സെക്കൻഡ് മാരേജിലൊന്നും എതിർപ്പുണ്ടാവും തോന്നുന്നില്ല. കിട്ടിയ നല്ല അലയൻസാ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണെന്ന്. അറ്റ്ലീസ്റ്റ് ബന്ധം വേർപെട്ടതിന് ഒരു ലീഗൽ വാലിഡിറ്റി വേണ്ടേ? അതിനും കൂടെ സഹകരിക്കില്ല എന്ന് വെച്ചാൽ നാളെ തന്നെ ലോയറെ വിളിച്ച് പറഞ്ഞോളൂ. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. മോളെ, ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നീ ആകെ കൺഫ്യൂസ്ഡ് ആണ്. മോക്ക് നല്ലത് വരണമെന്നല്ലേ മമ്മിക്ക് ആഗ്രഹം ഉണ്ടാവും. മമ്മി പറയുന്നത് മോള് കേൾക്കണം. ഡാഡി അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വൈകുന്നേരം വരും. ആവശ്യമുള്ള പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കണ്ടുമുട്ടൽ. എനിക്കിനിയും വിശ്വസിക്കാനാവുന്നില്ല. ശരിയാണ്, എല്ലാം ഒരു സ്വപ്നം പോലെ. വരട്ടെ. എന്തായി പിള്ള ചേട്ടാ അതിർത്തി പ്രശ്നമൊക്കെ? ഇൻസ്പെക്ടർ വിളിച്ചു വരുത്തി നല്ല ഡോസ് കൊടുത്തു. എനിക്ക് വേണ്ടി വാദിക്കാൻ ആരും കാണില്ല എന്നായിരുന്നു ഹാജിയാരുടെ ധാരണ. ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടി പോലെയായി ഇൻസ്പെക്ടറുടെ ഇടപെടൽ. പിന്നെ മടക്കത്തിൽ ഞാൻ വീണക്കുഞ്ഞിനെ കണ്ടു. അവിടേക്കായിട്ട് പോയതല്ല. അതിലെ വരണ വഴിക്ക് യാദൃശ്യമായിട്ട്. ചോദിക്കുന്ന ദേഷ്യം തോന്നരുത്. കുഞ്ഞു പോയിട്ട് ഇപ്പൊ കൊല്ലം 1.5 ആയില്ലേ. പരിഭവം പിണക്കൊക്കെ മാറിയിട്ടുണ്ടാവും. നിയമപരമായ നടപടികളൊന്നും എടുക്കാത്ത സ്ഥിതിക്ക് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണോ? മോക്കായിട്ടെങ്കിലും ഒന്ന് ശ്രമിച്ചുകൂടെ ഒരു രമ്യതയിലെത്താൻ? അവളായി, അവളുടെ തീരുമാനങ്ങളായി. വേണ്ട പിള്ള ചേട്ടാ, ഏച്ചു കൂട്ടിയാ മുഴച്ചു നിൽക്കും. ഹലോ 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 അരുന്ധതി ഇല്ലേ? ഇല്ല, കൊച്ചമ്മ പള്ളിയിൽ പോയിരിക്കുക. വരുമ്പോ ഉണ്ണി വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഓ,
മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ എന്റെ ആരൊക്കെയോ ആയിരുന്ന ഒരു ആയയെ പറ്റി. അവരുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്. ഇവരെ കുറിച്ച് ഇന്ന് ഓർക്കാനോ ഒരു തിരി കൊളുത്താനോ ആരുമില്ല. പക്ഷെ എല്ലാ വർഷവും ഞാനിത് മുടക്കമില്ലാതെ ചെയ്യാറുണ്ട്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ആവുന്ന കരുതി. അതിനകത്ത് ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ വാങ്ങിയ ഒരു തുണ്ട് ഭൂമി. 6 അടിയുടെ ആവശ്യമേ ഉള്ളൂ എത്ര കൊടി കുത്തിയവന്. പക്ഷെ ഞാൻ അല്പം ഒന്ന് ലാവിഷായി. 8x4 8 അടി. അവസാനമായി കിടക്കുമ്പോ സൗകര്യമായിട്ട് കാലം കഴിഞ്ഞ് നിർത്തി കിടക്കട്ടെ. സ്ഥലം ഇഷ്ടപ്പെട്ടോ? തന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വിശുദ്ധ മണിനാഥം അത് മുഴങ്ങിയേ വേണ്ടു എന്റെ യാത്ര ആരംഭിക്കാൻ. മടങ്ങാം. എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. ജിടി വരുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഗുഡ് ഈവനിങ് ദോസ്. പുതിയ മാളങ്ങളും പുതിയ തീരുമാനങ്ങളും എക്കാലത്തും മറച്ചു വെക്കാമെന്ന് കരുതിയോ? ഹലോ ദോസ്, തീർന്നില്ലടാ നിന്റെ ഫാസിനേഷൻ. പുത്തമ്പരക്കിലെ ജെയിംസ് കുട്ടി എന്നാ ഇത്രയ്ക്ക് സ്വാർത്ഥനായത്? നീ പറഞ്ഞു വരുന്നത് അരുന്ധതിയുടെ കാര്യമാണെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. അരുന്ധതി ഇപ്പോൾ എന്റേത് മാത്രമാണ്. ഓഹോ, മറ്റാർക്കും അവരുടെ മേലിൽ ഒരവകാശവാദവും സ്ഥാപിക്കാനാവില്ല. ബെറ്റർ ഫർഗെറ്റ്. ഞാൻ പറയാറില്ലേ, ഈ ജിടിയുടെ ദൃഷ്ടി വീണ ഒരു മുട്ടും ജിടിക്കായി വിടരാതിരുന്നിട്ടില്ല. ദോസ്, ഒന്ന് ഓർത്തിരിക്കുന്നത് നന്ന്. എവിടെ ആയാലും ഞങ്ങളില്ലാതെ നിനക്ക് തനിച്ചൊരു നിലനിൽപ്പില്ല. എനിക്ക് നിന്റെ ഈ ഞങ്ങൾ എന്ന പ്രയോഗത്തോട് പരമ പുച്ഛമാണ്. ഞാൻ അവിടെ നിന്ന് ആരംഭിക്കണം. ജെയിംസിന്റെ പ്രശ്നങ്ങൾക്ക് ജെയിംസ് മാത്രമാണ് പരിഹാരം. ആഹാ, നിന്റെ സംസാരത്തിന്റെ സ്റ്റൈലുണ്ടല്ലോ, സൂപ്പർ. ബട്ട് വൺ തിങ്, പ്രായോഗിക ബുദ്ധി അത് നന്നായി കുറഞ്ഞുപോയി. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ശത്രുവിനെ നീ തെരഞ്ഞെടുക്കില്ലായിരുന്നു. എടാ കഴിവറടാ മോനെ ജോർജൂട്ടി, ആ ആഗ്രഹം മുളയിലെ അങ്ങ് നുള്ളിക്കള. പുത്തമ്പരക്കിലെ ജെയിംസാ പറയുന്നത്. സാറ് ചെല്ല്, നേരം കളയാതെ മഞ്ഞ് വീഴുന്നതിന് മുമ്പ് വേറെ വല്ല ടൗൺ ബസ്സും പിടിക്കാൻ നോക്ക്. എക്സൈറ്റഡ് ആവാതെ. ആരംഭത്തിൽ ഇങ്ങനെ ചൂടായാൽ ക്ലൈമാക്സിന്റെ ത്രില്ല് നഷ്ടപ്പെടും. ഒന്നോർത്തോ, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ സ്വകാര്യ സ്വത്ത് ഇഷ്ടകാമുകി അവളെ ഞങ്ങൾക്ക് വിട്ടുതരണം. ജസ്റ്റ് ഫോർ എ ഡേ. ബേസിക്കലി ഞാൻ സമാനപ്രിയനാണ്.